മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചാതുർവർണ്ണ്യത്തെക്കുറിച്ചും മനുസ്മൃതിയെക്കുറിച്ചും ഇടതുപക്ഷ മുൻ വിദ്യാഭ്യാസ മന്ത്രി എം.എ. ബേബി എന്തൊക്കെയോ മാതൃഭൂമിയിൽ എഴുതുകയുണ്ടായി. ഈ ഇലക്ഷൻ അടുത്തപ്പോൾ എം.എ. ബേബിക്ക് മനുസ്മൃതി എങ്ങനെയാണാവോ ഓർമ്മ വന്നത്? ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദവും ഒരു 100 വർഷം പോലും തികഞ്ഞു നിന്നില്ല. ആ 100 വർഷം പോലും നിൽക്കാത്ത ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 3 കോടി ജനങ്ങളെ സ്റ്റാലിൻ കൊന്നു കുഴിച്ചുമൂടിയത്. മാർക്സും ഏംഗൽസും ലെനിനും അതുപോലെ മാവോ സേതുങ്ങും ചെയ്ത ടിയാനൻമെൻ സ്ക്വയർ ഉൾപ്പെടെയുള്ളത് എം.എ. ബേബി എന്ന വിദ്യാഭ്യാസ മന്ത്രി മറന്നുപോയോ? അല്ല ഇവരുടെയൊക്കെ തലച്ചോറ് ചത്തുപോയോ? ഈ മനുസ്മൃതി 2300 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കൾ ഇന്നുണ്ടോ? എന്താ മനുസ്മൃതിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് ഈ എം.എ. ബേബി എന്ന് പറയുന്ന മനുഷ്യൻ വായിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ അടുക്കുമ്പോൾ തലച്ചോറിൽ ഓരോന്നും കയറി കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി തനി വികൃതമായിട്ടുള്ള വേശ്യകളെ പോലെ പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കുറെ നേതാക്കന്മാരും ബുദ്ധിസ്ഥിരതയും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറെ വിളിച്ചു പറയുന്ന നേതാക്കന്മാർക്കും എല്ലാം കൂടി ചേർത്ത് എന്തേ ഇപ്പൊ മനുസ്മൃതി ഓർമ്മ വന്നു? ആ മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റും അല്ലെങ്കിൽ യോജിക്കാത്തതുമാണെങ്കിൽ ഈ എം.എ. ബേബിയോടൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ മനുസ്മൃതിക്ക് ശേഷം എഴുതിയ ബൈബിളിലെ ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലോ. ആ ബൈബിളില് യഹോവ എന്ന് പറയുന്ന ഭീകരൻ ഒസാമ ബിൻ ലാദൻ 50 പേരെ കൊന്നിട്ടുള്ളൂ. ഇത് ബാക്കിയുള്ളവരെ കൊണ്ട് കൊല്ലിച്ചിട്ടുണ്ടായിരിക്കാം. ഏതായാലും യഹോവ എന്ന് പറയുന്ന ഭീകരൻ തീവ്രവാദി 1,85,000 നവജാത ശിശുക്കളെ കൊന്നു എന്നാ പറഞ്ഞ്. അങ്ങ് കൊല്ലലും എന്റെ വാള് രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു, രക്തം കുടിച്ച് ചെടിച്ചിരിക്കുന്നു, മരണത്തിലുള്ളവർക്ക് മരണത്തിലെ വെള്ളത്തിലുള്ള മരണം, രോഗത്തിലൂടെയുള്ള മരണം, തീയിലൂടെയുള്ള മരണം, ആയുധത്തിലൂടെ മരണം, ഈ യഹോവ എന്ന ഭീകരവാദിക്ക് തുല്യമായിട്ട് ഈ ലോകത്തിലെ എല്ലാ ഭീകരവാദികളെയും ഒരുമിച്ച് ചേർത്താലും വേറൊരു ഭീകരവാദി ഉണ്ടാവില്ല. അത്രയും വലിയ വെറുതെ കൊല്ലലും രക്തം ചീന്തലും മാത്രമല്ല, ആ യഹോവയെക്കുറിച്ച് ഒന്ന് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കണം. ബേബി, നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ, ക്രിസ്ത്യാനിയുമാണല്ലോ. അപ്പോൾ ക്രിസ്ത്യ മതത്തിനോട് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. അത് ബൈബിളിലെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഇവിടെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന മറ്റൊരു ഭീകരനുണ്ടായിരുന്നു. വിശുദ്ധനാക്കപ്പെട്ട ഭീകരൻ 40,000 ഹിന്ദുക്കളെയും 1410 അൻപതങ്ങളെയും തകർത്ത് ആ വിഗ്രഹത്തിൽ മൂത്രമൊഴിപ്പിച്ച പോർച്ചുഗീസിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഇന്ത്യയെ ആക്രമിച്ച ഇത്രയും ക്രൂരനെ നിങ്ങളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉൾപ്പെടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പൂർവികരായ ഹിന്ദുക്കളെ കൊന്നിട്ടാണ് ക്രിസ്തുമതം ഇവിടെ പ്രചരിപ്പിച്ചത്. അത് മനുസ്മൃതിയോടൊപ്പം ഒന്ന് പറയേണ്ടിയിരുന്നു. ബേബി, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, AKG സെന്ററിനകത്ത് ആളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. സത്യമൊന്ന് വിളിച്ചു പറയുക. ആ ക്രിസ്ത്യാനികൾ ചെയ്തു കൂട്ടുന്ന ഭാരതത്തിലെ മതപരിവർത്തനം പാവപ്പെട്ടവരെ പറ്റിച്ച് മരത്തിന്റെ മുകളിൽ മൈക്ക് വെച്ച് ചുവട്ടിലിരുന്ന് സംസാരിച്ച് മൈക്കിന്റെ മുകളിൽ നിന്ന് കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതും, മരത്തിന്റെ യേശുക്രിസ്തുവിന്റെ വിഗ്രഹവും ഇരുമ്പിന്റെ കൃഷ്ണന്റെ വിഗ്രഹവും വെള്ളത്തിലിട്ട് പൊങ്ങിക്കിടക്കുന്നത് സത്യദേവതയാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ക്രിസ്ത്യാനികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർക്കും ജന്മം നൽകിയ ക്രിസ്ത്യാനികൾ. മണർക്കാട് ദേവി അൽഫോൺസാമ്മയുടെയോ അല്ല മറിയത്തിന്റെയോ കന്യാമറിയത്തിന്റെയോ സഹോദരിയാണെന്ന് പറഞ്ഞ് പറ്റിക്കല്. അതുപോലെ തന്നെ ഈരാട്ടുപേട്ട പള്ളി അത് പണ്ട് അമ്പലമായിരുന്നത് കൊണ്ട് ഹിന്ദുക്കളെ എല്ലാം അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നത്. ഇനി എന്നാണാവോ അൽഫോൺസാമ്മ സരിതയുടെ സഹോദരിയാണെന്ന് പറയാൻ പോകുന്നത്? പറ്റാവുന്നിടത്തോളം തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് മാത്രം മതപരിവർത്തനം നടത്തി സെയിന്റ് സെബാസ്റ്റ്യനും അയ്യപ്പനും സഹോദരന്മാരായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന മറ്റൊരു വിഭാഗത്തിന്റെ പ്രതിനിധി കൂടിയാണ് നിങ്ങൾ. ആഫ്രിക്കയില് ആ പാവപ്പെട്ട നാട്ടുകാരെ മതം മാറ്റാൻ പോയി നാട്ടുകാർ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊന്ന മനുഷ്യനാണ് സെന്റ് സെബാസ്റ്റ്യൻ. അയാളാണ് വിശുദ്ധനായിട്ട് പിന്നീട് പ്രഖ്യാപിച്ച് അയ്യപ്പന്റെ സഹോദരനായി വന്ന് ചേർത്തലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നൊക്കെ ഉള്ള തനി പച്ച നുണ പ്രചരിപ്പിക്കുന്ന കുറെ പേരുടെ പ്രതിനിധികളായ നിങ്ങൾ മനുസ്മൃതിയെ കറക്റ്റ് ചെയ്യാൻ പോവണ്ട. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ പാർട്ടിയെയും കളക്ട് ചെയ്യാൻ മാത്രം പോയാൽ മതി എന്ന്
MA ബേബിയോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ജീവിച്ചിരിക്കുന്ന കോളേജിലെ അധ്യാപികയെ ആചാര്യ ദേവോ ഭവ എന്ന് പഠിപ്പിക്കുന്ന ഭാരതീയ സംസ്കാരത്തിനെതിരെ ജീവിച്ചിരിക്കുമ്പോൾ കുഴിമാടം ഉണ്ടാക്കിയവരെ ന്യായീകരിച്ച ഒരേ ഒരു പിണറായി വിജയന്റെ ഭാഷയിൽ ഒരു വാക്കുണ്ട്, അത് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനായ നിങ്ങൾ ഈ ഓർമ്മിക്കുക, നിങ്ങൾ ചായ കുടിച്ച ആ കപ്പ് ഇന്നും നിങ്ങളുടെ പാർട്ടിയിലുള്ള ശൂദ്രന്മാരാണ് കഴുകുന്നത്. നിങ്ങളുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന നിങ്ങളല്ല, ശൂദ്രനെ കൊണ്ടാണ് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളുടെ അച്യുതാനന്ദന്റെ ചെരുപ്പിട്ടത് പോലും ഇടിക്കുന്നത് പോലും വേറെ ആൾക്കാരാണ്. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പ്യൂൺമാരെ പോലെ എച്ചിൽ പാത്രം കഴുകാനും ബാത്റൂം കഴുകാനും അതുപോലെ കാലും കൈയും കഴുകാനും ഒക്കെ ഉള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. സ്മൃതി പ്രകാരം അല്ലല്ലോ AKG സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെയില്ലേ ഡ്രൈവർമാര്, അവിടെയില്ലേ സ്വീപ്പർമാര്, അവിടെയില്ലേ സെക്യൂരിറ്റി സ്റ്റാഫ്, അവിടെ എല്ലാം MA ബേബിയെയും അച്യുതാനന്ദനെയും പോലെയുള്ള നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അവിടെയില്ലേ ക്ലർക്കുമാര്, അവിടെയില്ലേ അക്കൗണ്ടന്റുമാര്. എന്തി അവർക്കെല്ലാം ഇങ്ങനെയുള്ളൊരവസ്ഥ? അതൊക്കെ മനുസ്മൃതി പറഞ്ഞ പ്രകാരമാണോ? താഴ്ന്നവര് അവർക്ക് 1000 രൂപ ശമ്പളം, ഡ്രൈവർക്ക് 2000 രൂപ ശമ്പളം, അച്യുതാനന്ദനും ബാക്കിയുള്ളവർക്ക് 4 ലക്ഷം രൂപ ശമ്പളം. അതെന്താ ഇങ്ങനെ വ്യത്യാസം വന്നത്? മനുസ്മൃതി പറഞ്ഞതനുസരിച്ചിട്ടാണോ? ബാത്റൂം കഴുകുന്നവൻ 1500 രൂപ ശമ്പളം കൊടുക്കുന്നത്, ഡ്രൈവർക്ക് 4000 രൂപ ശമ്പളം കൊടുക്കുന്നത്. അവൻ കുറച്ചും കൂടി ഉയർന്ന പൊസിഷൻ, കുറെ കൂടി ഉയർന്ന പോളിറ്റി ബ്യൂറോ മെമ്പേഴ്സിന് ഓരോരുത്തർക്കും സഞ്ചരിക്കാൻ സാനിയോ കാറാണ്. കാരാട്ടിന് ഒരു സാനിയോ കാറ്, കാരാട്ടിന്റെ ഭാര്യയ്ക്ക് വൃന്ദ കാരാട്ടിന് വേറൊരു സാനിയോ കാറ്, അതുപോലെ അച്യുതാനന്ദന് വേറൊരു സാനിയോ കാർ. ഈ 6 പേർക്ക് ഒരുമിച്ച് ഒരു വണ്ടി പോക്കൂടെ? എന്റെ ഓരോരുത്തർക്കെല്ലാം 5 സ്റ്റാർ ഹോട്ടല്. നിങ്ങളുടെ AKG സെന്ററിൽ ബാത്റൂം കഴുകുന്ന സ്ത്രീക്ക് 5 സ്റ്റാർ ഹോട്ടൽ കൊടുക്കുമോ? നിങ്ങൾ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടോ കൊടുക്കരുതെന്ന്, അല്ലെങ്കിൽ കൊടുക്കണമെന്ന്? രണ്ടും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടി ഓഫീസിലും നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടി പ്രചരണത്തിന് ഈ മതിലുകൾ തോറും പോസ്റ്റർ ഒട്ടിക്കാനും എഴുതാനും പോകുന്നവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ശൂദ്രന്റെ പ്രവൃത്തി എന്ന്. ഇന്നും നിങ്ങളത് നിലനിർത്തുന്നു. എന്നിട്ടാ മനുസ്മൃതിയെ എതിർക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്. മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ് 10-25,000 പേരെ പച്ചയ്ക്ക് വെടിവെച്ച് ടിയാനൻമെൻ സ്ക്വയറിൽ കൊന്ന മാതിരി മനുസ്മൃതി കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ മാർക്സും ഏംഗൽസും ലെനിനും ഒക്കെ കൊന്നു കുഴിച്ചു മൂടിയ ആ ജീവനുള്ള മനുഷ്യരെ കൊല്ലണമെന്ന് മനുസ്മൃതി പറഞ്ഞിട്ടില്ല. മനുസ്മൃതി നിങ്ങൾ അംഗീകരിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഹിന്ദു അത് വായിക്കാറുമില്ല, അതനുസരിച്ചിട്ടല്ല ഹിന്ദു ജീവിക്കുന്നതും. എലക്ഷൻ എടുക്കുമ്പോൾ മനുസ്മൃതി ഓർമ്മ വരുന്നത് എന്താണെന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് കുറെ പേർക്കെങ്കിലുമൊക്കെ മനസ്സിലാവും. എല്ലാവരും വിദ്യാഭ്യാസ മന്ത്രി അല്ല എങ്കിൽ പോലും ചിലപ്പോൾ തോന്നാറുണ്ട്, ഒന്നിനും പറ്റാത്തതിനെയാണ് MLA ആക്കുക, അതിനും പറ്റാത്തതിനെയാണ് മന്ത്രിയാക്കുക, അതിനും പറ്റാത്തതിനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയാക്കുക എന്ന് തോന്നാറുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ ചെന്ന് പെടല്ലേ ബേബി. പ്രണാമം, നമസ്കാരം.